വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നിന്ന് വന്നിരിക്കുന്നത് ദാസേട്ടനും ഭാഗ്യ ചേച്ചിയാണ്. ഭാഗ്യ ചേച്ചി, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കായ ഫ്രൈ. ഓ, ചെറുപഴത്തിന്റെ കായ അല്ലേ? ഓക്കെ, പച്ചക്കായ. അതുകൊണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഭാഗ്യ ചേച്ചി, ഈ വിഭവം അത്ര ഒരു കോമൺ വിഭവം അല്ലല്ലേ? അല്ലല്ലേ? അപ്പോ നമ്മളിപ്പോ സദ്യയുടെ വിഭവങ്ങൾ പറഞ്ഞു. സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പ്രോഗ്രാമാണിത്. ഇപ്പൊ സദ്യയില് ഉൾക്കൊള്ളുന്ന വകകളുണ്ട്, ഉൾക്കൊള്ളാത്ത വകകളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ വകകളും ഉൾക്കൊള്ളിയിട്ടാണ് പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു 100 കൂട്ടം എന്ന പരിപാടി മുന്നോട്ട് പോകുന്നത്. എന്നാ ഭാഗ്യ ചേച്ചി, നമുക്ക് വൈകാതെ ഒന്ന് പരിചയപ്പെടുത്താലോ? അപ്പൊ നമ്മള് കായ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മെയിൻ വേണ്ടത് കായ. നേന്ത്രക്കായ പറ്റില്ല കേട്ടോ, ചെറുപഴത്തിന്റെ പച്ചക്കായ, പിന്നെ ഉപ്പ്, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ മുളക് പൊടി, പിന്നെ പട്ട, കറാമ്പൂ പൊടിച്ചത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ, പിന്നെ കുറച്ച് വെള്ളം, കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കായ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. എണ്ണ നമ്മൾ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എണ്ണ കുറവാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇൻഗ്രീഡിയൻസ് കുറവാണ്. നമുക്ക് ആദ്യം നമുക്ക് വാഴയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിടാം കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ പടി. വാഴയ്ക്ക ഇങ്ങനെ 2 ഭാഗം കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് ചീന്തി അതങ്ങനെ വരും. ഇതാണ്ട് ഇതുപോലെ നമ്മൾ എടുക്കുക കേട്ടോ, ചീന്തി എടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരുപാട് നൈസാക്കാനും പാടില്ല കേട്ടോ, കുറച്ച് കട്ടി വേണം. ഈ കട്ടിയില് നമുക്ക് അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കാം, അല്ലെങ്കിൽ കറുത്ത് പോകും കേട്ടോ. അപ്പൊ വെള്ളത്തിലിട്ട് വെക്കാം. ഇതേപോലെ എല്ലാം ഞാൻ ചെയ്ത് വെക്കാം. കായ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ചെലഞ്ഞതെടുക്കാൻ പാടില്ല കേട്ടോ, നല്ല പച്ചക്കായ ആയിരിക്കണേ. നല്ല വെള്ളത്തിലിട്ട് കട്ട് ചെയ്ത് എല്ലാം വെള്ളത്തിലിട്ട്. ഇനി ഇതൊന്ന് നന്നായി കഴുകിയിട്ട്, വാഴയ്ക്ക് ഞാൻ ഫസ്റ്റ് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ടില്ലെങ്കിൽ അത് കറുപ്പാവും. എന്നുവെച്ചാൽ ഇതിന്റെ പശ നന്നായി പോകണം, നല്ല പശയുണ്ട് ഇതില്. അതൊക്കെ കഴുകി നന്നായി എടുത്തു. ഇനി ഒന്നുകൂടെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഒന്നുകൂടെ പിന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. പശ നന്നായി പോകണം. അപ്പൊ ഇത് 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. അതൊക്കെ നമുക്ക് അരച്ചെടുക്കാനുള്ളത് അരച്ചെടുക്കാം കേട്ടോ. അത് അരയ്ക്കാനുള്ളത് വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ജാറില്. ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത്. പിന്നെ നമ്മളത് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി അരച്ചെടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണേൽ സെപ്പറേറ്റ് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒന്നിച്ചിട്ട് അരച്ചെന്ന് മാത്രം. സെപ്പറേറ്റ് വേണമെങ്കിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത് എന്താണെന്നറിയാം, വലിയ ജീരകവും ചെറിയ ജീരകവും അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3/4 ടീസ്പൂൺ കേട്ടോ വലിയ ജീരകം. ഇത് രണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
അപ്പം നമ്മുടെ വലിയ ജീരകം ചെറിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ, നമുക്ക് ഇതൊന്ന് നമ്മൾ കായ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, ഇതിനൊന്ന് വാരാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് വാരാൻ വയ്ക്കാം. വെള്ളം ഒന്ന് നന്നായി പോട്ടെ. നന്നായി ഒന്ന് എടുത്തിട്ട് വെള്ളം നന്നായി പോണം. ഒരു 5 മിനിറ്റ് വെക്കാം. ഇത് നന്നായി വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ പശപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി 2-3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴക്ക ഇട്ട് കൊടുക്കാം. അപ്പൊ മെല്ലെ നോക്കി ഇടണം കേട്ടോ, അല്ലെങ്കിൽ കണ്ണിലൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ നോക്കി ഇട്ട് കൊടുക്കാം. നന്നായി വറുത്തെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എന്താ നന്നായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ അരിപ്പയിലേക്ക് കൊട്ടാം. എണ്ണ ഒന്ന് വാർന്ന് വരട്ടെ. അരിപ്പയിൽ കൊട്ടാം. നന്നായി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ എടുക്കാം, വറുത്തെടുക്കാം. നമ്മുടെ കായ ഇവിടെ ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞു. വേണ്ട നന്നായിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളിതൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. പാൻ എടുക്കാം. ഗ്യാസ് ഓഫ് ആക്കാം. പാൻ വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തന്നെ ഈ എണ്ണ നമ്മൾ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ ഇതിൽ കുറച്ച് എണ്ണ വെച്ചു. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചില്ലേ, നമ്മൾ പേസ്റ്റ് ആക്കി എടുത്ത് അതിലേക്ക് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിൽ വെച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പം നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇതിനൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാമാരി അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണം പോകണമെന്ന് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതോടെ ഒന്ന് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. നന്നായി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച പെരുംജീരകവും ജീരകവും കൂടിയിട്ട് ചേർക്കാം. നന്നായി ഇളക്കുക. അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതേപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി അര ടീസ്പൂൺ. പിന്നെ നമ്മുടെ പട്ട കരാമ്പ് പൊടിച്ചതുണ്ടല്ലോ, അത് കുറച്ചൊരു നുള്ള് ഇത്ര മതി കേട്ടോ, ചെറുതായിട്ട് അത് ചേർക്കാം. ഇളക്കി കൊടുത്തിട്ട്
ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കറുവേപ്പില ഇതൊന്നും ഇട്ട് കൊടുക്കാം. കറുവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കാം. എല്ലാം മണം. അപ്പൊ നന്നായി കറുവേപ്പില എല്ലാം നന്നായി ആയിട്ടുണ്ട്. നമുക്കിതില് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല ചേർത്തു നന്നായി ഇളക്കുക. ഇത് കാണുമ്പോ തന്നെ നല്ല ഭംഗിയില് നന്നായി ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം കേട്ടോ. ഇത് വേവാൻ വേണ്ടി 1/4 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം കണ്ടോ, അതെങ്ങനെ ആയിരിക്കണം. നന്നായി ഒന്ന് ആക്കണം. ഇത് നന്നായി ഒന്ന് വേവട്ടെ കേട്ടോ. ഇപ്പൊ നന്നായി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയുടെ നീരൊഴിച്ചു. നന്നായി ഇളക്കാം. അപ്പോൾ ഇവിടെ കായ ഫ്രൈ മസാല നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇതിലെല്ലാം ഈ കായലെല്ലാത്തിലും മസാല പിടിപ്പിക്കണം കേട്ടോ. പൊട്ടാതെ ഇളക്കണം. പൊട്ടാൻ പൊട്ടേ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതാണ്ട് അതൊന്നും പൊട്ടിയിട്ടില്ല. മസാല എല്ലാത്തിലും നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല നല്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കായ ഫ്രൈ മസാല ഇവിടെ റെഡിയായി. കായ ഫ്രൈ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. ടേസ്റ്റ് നോക്കൽ ചടങ്ങ്. സദ്യക്ക് ഒരു 100 വട്ടം എന്ന നമ്മുടെ ഈ ചെറിയ എപ്പിസോഡിലെ കായ ഫ്രൈ അറേഞ്ച്മെന്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതാണ് സംഭവം. ഇതൊരു അത്രക്കൊരു കോമൺ കറി അല്ല അല്ലെ, കോമൺ സംഭവം അല്ല. ഇതൊന്നും അത്ര പെട്ടെന്ന് ആർക്കും അറിയില്ല എന്ന് വിചാരിക്കണം. അതെ, പക്ഷെ ഇത് നാട്ടിൻ പുറങ്ങളിലുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യല്ലേ ദാസേട്ടാ? എടുത്തോളൂ. നന്നായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും മസാലക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. സംഭവം കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചേന ഇതേപോലെ ചേന ഇതേപോലെ ചേന ഫ്രൈ മറക്കും. പക്ഷെ ഇൻഗ്രീഡിയൻസും മറ്റു സംഭവങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് നല്ലൊരു സംഭവമായി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിക്കും പറ്റും, ചോറിനും പറ്റും. ഒന്ന് കഴിച്ചാൽ പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും കഴിക്കുന്നത് ടേസ്റ്റ് കൊണ്ടാണ്. പക്ഷെ സംഭവം പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, നമ്മൾ മസാല മസാല ഓവറായ ടേസ്റ്റിലേക്ക് മസാല ഇങ്ങനെ അവിടെയും ഇവിടെയും ആയിട്ട് നിൽക്കണം. കണ്ടില്ലേ? ഇതേപോലെ തന്നെ ചെറുതായിട്ട് മസാല ഇങ്ങനെ ഈ മസാല ഫുള്ളായിട്ട് വന്നാൽ ടേസ്റ്റ് പോയി. കാരണം മസാല നല്ല ബ്രൈറ്റ് ഉള്ള മസാലയാണ്. അതെ, അപ്പൊ മസാല ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ആയില്ല. അപ്പൊ നമുക്ക് വലിയ പേരാണ്. ഇപ്പൊ നമ്മുടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ എന്താണ് കായ ഫ്രൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ ബൈ.